ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ഗൗതമനന്ദ നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, ഇന്ന് നിശബ്ദ പ്രചരണമാണ് അവിടെ. പക്ഷേ നമുക്കറിയാം, ഡൽഹിയിൽ ഒരു ഭരണവിരുദ്ധ വികാരം തീർച്ചയായും ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി തികച്ചും ആശങ്കയോടെ കൂടിയായിരിക്കുമല്ലോ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. മാത്രവുമല്ല, 8 MLA മാർ കൂടി BJP-യിലേക്ക് ചേർന്നതും പാർട്ടിക്ക് വലിയൊരു ക്ഷീണമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദേവിക, നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് 70-അംഗ ഡൽഹി നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്നിപ്പോൾ പരസ്യ പ്രചരണമാണ്. സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായി ആളുകളെ വീട്ടിൽ പോയി കാണുകയും അതോടൊപ്പം തന്നെ മറ്റ് രഹസ്യ സ്വഭാവത്തിലുള്ള പ്രചരണവുമാണ് ഇന്നത്തെ പകലും രാത്രിയും നടക്കാൻ പോകുന്നത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം രാജ്യതലസ്ഥാനത്ത് അവസാനിച്ചിരുന്നു. എന്തായാലും ദേവിക സൂചിപ്പിച്ചതുപോലെ ശക്തമായ മത്സരം 70 മണ്ഡലങ്ങളിലും 2 പാർട്ടികൾ തമ്മിൽ നടക്കുന്നു. BJP-യും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള കനത്ത മത്സരമാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് AAP ഭരണ തുടർച്ചയ്ക്കായി അവരുടെ ഏറ്റവും സ്വാധീന കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന ഡൽഹിയിൽ ശ്രമിക്കുകയാണ്. വർഷങ്ങളായി നടപ്പാക്കുന്ന ഫ്രീ ബീസ്, വൈദ്യുതിയും അതോടൊപ്പം തന്നെ കുടിവെള്ളവും ഒക്കെ സൗജന്യമായി നൽകുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് കെജ്രിവാളും സംഘവും നടത്തുന്നത്. എന്നാൽ 11 വർഷത്തെ ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ച് ശുദ്ധജലം കിട്ടുന്നില്ല, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രാജ്യതലസ്ഥാനം പിന്നോട്ട് പോകുന്നത്, കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാർ എല്ലാം കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്, ഇതെല്ലാം വലിയ ഭരണവിരുദ്ധ വികാരത്തിന് രാജ്യതലസ്ഥാനത്ത് കളമൊരുക്കുന്നുണ്ട്. അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണം BJP കഴിഞ്ഞ 2 മാസക്കാലമായി രാജ്യതലസ്ഥാനത്ത് നടത്തുന്നുണ്ടായിരുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും മോദി ഇമേജുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നതാണ് BJP-യുടെ കണക്കുകൂട്ടൽ. അതിനാൽ 2 പാർട്ടികളും പ്രചരണ രംഗത്ത് വളരെ സജീവമായിരുന്നു. ശക്തമായ പ്രചരണം BJP-യുടെയും AAP-യുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനാൽ 70 മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടക്കുന്നു എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ദേവിക, ഡൽഹിയിൽ നിന്ന് ചേർന്നത് ഗൗതമനന്ദ നാരായണൻ.